ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. കോവിഡിന് ശേഷം ഇന്ത്യൻ സിനിമാ വ്യവസായം മികച്ച ബോക്സ് ഓഫീസ് പ്രകടനത്തിലേക്ക് തിരികെ എത്തുന്നതായി കണക്കുകൾ. 2025 ആദ്യ 2 മാസങ്ങളിലായി നേടിയ രാജ്യത്തെ ഗ്രോസ് കളക്ഷൻ 2264 കോടി രൂപയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നേടിയ കളക്ഷനേക്കാൾ 39% വർധനമാണ് ഇത്തവണയുണ്ടായത്. രാജ്യത്തെ വിവിധ ഭാഷകളിലെ സിനിമകളുടെ ലാഭനഷ്ടങ്ങൾ വിലയിരുത്തുന്ന ഓർമാക്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം ഫെബ്രുവരിയിലെ മാത്രം ഗ്രോസ് കളക്ഷൻ 1245 കോടിയാണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നേട്ടം. ഛാവ എന്ന ഹിന്ദി ചിത്രം ബോക്സ് ഓഫീസിൽ വളരെയധികം നേട്ടമുണ്ടാക്കിയെന്നും ഫെബ്രുവരിയിലെ കളക്ഷന്റെ പകുതിയിലേറെയും ഈ ചിത്രത്തിന്റെ സംഭാവനയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2024 ആകെ വിപണി വിഹിതത്തിന്റെ 40% ബോളിവുഡിന്റേത്. ഛാവയുടെ വൻ വിജയം ആദ്യ 2 മാസം കൊണ്ട് ഇത് 45% എത്തിച്ചു. മലയാളത്തിന്റെ വിപണി വിഹിതം 7%. ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ചിത്രങ്ങളുടെ പട്ടികയിൽ തമിഴ് സിനിമ ഡ്രാഗൺ 122 കോടിയുമായി 2ാം സ്ഥാനത്തെത്തി. മൂന്നാമതുള്ള വിടാമുയർച്ചയുടെ ഗ്രോസ് കളക്ഷൻ 96 കോടിയാണ്. മലയാള സിനിമാ നിർമ്മാതാക്കളുടെ കണക്കിൽ 13 കോടി മുടക്കി ഇതുവരെ 11 കോടി തിയേറ്റർ ഷെയർ നേടിയ കുഞ്ചാക്കോ ബോബൻ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ഗ്രോസ് കളക്ഷൻ 39 കോടിയാണ്. ടോപ്പ് 10 പട്ടികയിൽ 6ാം സ്ഥാനത്താണ് ചിത്രം. റിലീസായി എത്തിയ സനം തേരി കസം 40 കോടിയും ഇന്റർസ്റ്റെല്ലാർ 20 കോടിയും നേടി. ടോപ്പ് 10-ൽ 4 തെലുങ്ക് സിനിമകളാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഊർജ്ജ വിതരണവുമായി ബന്ധപ്പെട്ട ഗുജറാത്തിൽ 2800 കോടി രൂപയുടെ കരാർ സ്വന്തമാക്കി അദാനി എനർജി സൊല്യൂഷൻസ്. ഈ സാമ്പത്തിക വർഷം കമ്പനി സ്വന്തമാക്കുന്ന 6ാമത്തെ കരാറാണിത്. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖ നഗരത്തിലെ ഊർജ്ജ വിതരണ സംവിധാനം മെച്ചപ്പെടുത്തുന്ന പദ്ധതിയാണ് അദാനി ഏറ്റെടുക്കുന്നത്. ഗ്രീൻ ഹൈഡ്രജൻ, ഗ്രീൻ അമോണിയ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള ഗ്രീൻ ഇലക്ട്രോൺസിന്റെ വിതരണമാണ് പ്രധാനമായി നടത്തുക. മുന്ദ്രയിലെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനുകളുടെ നവീകരണവും കരാറിൽ ഉൾപ്പെടുന്നു. വിവിധ സബ്സ്റ്റേഷനുകളിലെ ഭുജ് ഇലക്ട്രിക്കൽ സ്റ്റേഷനുമായി ബന്ധിപ്പിക്കുന്നതിന് 75 കിലോമീറ്റർ ദൂരത്തിൽ 765 കിലോവാട്ട് ഇരട്ട സർക്യൂട്ട് ലൈനും സ്ഥാപിക്കുന്നുണ്ട്. മേഖലയിലെ ഊർജ്ജ വിതരണശേഷി 87,186 മെഗാവാട്ടായി ഉയർത്തുകയാണ് ലക്ഷ്യം. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് കരാർ. ഈ സാമ്പത്തിക വർഷം അദാനി നേടുന്ന 6ാമത്തെ വൻകിട പദ്ധതിയാണിത്. ഈ വർഷം 57,561 കോടി രൂപയുടെ കരാറുകളാണ് കമ്പനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതേ തുടർന്ന് കഴിഞ്ഞ 1 മാസത്തിനിടെ കമ്പനിയുടെ ഓഹരി വിലയിൽ 26% കുതിപ്പുണ്ടായി. വാർഷികാടിസ്ഥാനത്തിൽ 5% ഓഹരി വിലയിലുണ്ടായ വളർച്ച. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ പ്രവചനത്തിന് നൂതനമായ ആർട്ടിഫിഷ്യൽ സാങ്കേതിക വിദ്യ പുറത്തിറക്കി കേംബ്രിഡ്ജ് സർവകലാശാല ഗവേഷകർ. അഡ്വാക് വെതർ എന്ന പുതിയ AI സംവിധാനത്തിന് നിലവിലുള്ള കാലാവസ്ഥാ പ്രവചന രീതികളേക്കാൾ 1000 മടങ്ങാണ് വേഗത. കാലാവസ്ഥാ പ്രവചന രീതികൾക്ക് മുതൽക്കൂട്ടാകും അഡ്വാക് AIയുടെ കണ്ടുപിടുത്തം. കൂടുതൽ വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞതും കൃത്യതയുള്ളതുമാക്കി മാറ്റാൻ ഇതിന് സാധിക്കും. 8 ദിവസത്തെ വരെ കാലാവസ്ഥാ പ്രവചനം കൃത്യമായി നടത്താനാവുമെന്നും ഗവേഷകർ പറയുന്നു. നിലവിലെ AI സംവിധാനങ്ങൾക്ക് 5 ദിവസത്തെ പ്രവചനമാണ് സാധിക്കുക. പുനരുപയോഗ ഊർജ്ജ നിർമ്മാണ കമ്പനികൾക്ക് കാറ്റിന്റെ വേഗമളക്കാനും കൃഷിക്കാർക്ക് താപനില അളക്കാനും നിർദ്ദിഷ്ട വ്യവസായങ്ങൾക്കും മറ്റുമുള്ള സ്ഥലത്തെ കാലാവസ്ഥ പ്രവചിക്കാനും അഡ്വാക് ഉപയോഗിക്കാനാവും. കാലാവസ്ഥാ പ്രവചനത്തിനായി നിലവിൽ ഉപയോഗിക്കുന്ന AI സാങ്കേതിക വിദ്യകൾ സങ്കീർണമായാണ് പ്രവർത്തിക്കുന്നത്. അവയിൽ പലതിനും സൂപ്പർ കമ്പ്യൂട്ടറുകളിൽ പോലും പ്രോസസ് ചെയ്യാനാകാത്ത വിധം സമയമെടുക്കും. എന്നാൽ നിലവിലെ സംവിധാനങ്ങൾക്കെല്ലാം പകരമാവുകയാണ് അഡ്വാക് എന്ന ലാർജ് ലാംഗ്വേജ് മോഡൽ. ഉപഗ്രഹങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ, കാലാവസ്ഥാ നിരീക്ഷണ സെൻസറുകൾ എന്നിവയിലെല്ലാം വിവരങ്ങൾ ഉപയോഗിച്ചാണ് അഡ്വാക്കിന്റെ പ്രവർത്തനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് ഇന്റർനെറ്റ് ഫൈബർ TV സേവനത്തിന് BSNL. ഇന്റർനെറ്റ് അധിഷ്ഠിത സേവനമായ IFTV കേരളത്തിൽ ആദ്യമായി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നടപ്പിലാക്കി. ഡിജിറ്റൽ കണക്ടിവിറ്റിയിലേക്കും വിനോദത്തിലേക്കുമുള്ള BSNLന്റെ സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഇന്ത്യയിലെ പ്രമുഖ IPTV കമ്പനിയായ സ്കൈ പ്രോയുമായി സഹകരിച്ചാണ് BSNL ഇന്റർനെറ്റ് ഫൈബർ TV സേവനങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഉൾക്കൊള്ളുന്ന BSNL കണ്ണൂർ ബിസിനസ് ഏരിയയിലാണ് ആദ്യഘട്ടം. ഇതോടെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന വേഗത്തിലുള്ള ഇന്റർനെറ്റ്, ടെലിഫോൺ എന്നിവയ്ക്കൊപ്പം ലൈവ് TV ചാനലുകളും ലഭിക്കും. പ്ലേ സ്റ്റോറിൽ നിന്ന് സ്കൈ പ്രോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ 354-ലധികം ചാനലുകളും 23 മലയാളം ചാനലുകളും ലഭിക്കും. BSNLന് കേരളത്തിൽ 1 കോടി വരിക്കാരാണുള്ളത്. സംസ്ഥാനത്ത് മുഴുവനും 4G ലഭ്യമാക്കിയതായും BSNL അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഗൂഗിൾ മാപ്പിൽ വ്യാജ ലൊക്കേഷൻ നൽകി തട്ടിപ്പ് നടത്തുന്നവർക്കെതിരെ നിയമ നടപടിയുമായി ഗൂഗിൾ. നിയമവിരുദ്ധമായി മാപ്പ് ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഗൂഗിൾ പരാതി നൽകിയത്.
ആഗോളതലത്തിൽ തട്ടിപ്പിനായി ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നത് വർദ്ധിച്ചു വരികയാണ്. സ്ഥാപനങ്ങളുടെ ലൊക്കേഷൻ വ്യാജമായി മാപ്പുകൾ ചേർത്താണ് തട്ടിപ്പ്. 10,000-ലേറെ വ്യാജ ലൊക്കേഷനുകൾ ഗൂഗിൾ മാപ്പിലുണ്ട്. തട്ടിപ്പുകാർ അവരുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ലൊക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇതിനെതിരെയാണ് ഗൂഗിൾ പരാതി നൽകിയത്. പ്ലംബർമാർ, പഞ്ചർ അല്ലെങ്കിൽ മെക്കാനിക് പോലുള്ള അടിയന്തര സേവനങ്ങളുടെ പേരിലാണ് വ്യാജ ലിസ്റ്റിംഗുകൾ. ഇവരെ ഫോണിൽ ബന്ധപ്പെടുന്നവരെയാണ് തട്ടിപ്പുകാർ വലയിലാക്കുക. അമിതമായ തുക ഈടാക്കുന്നതുൾപ്പെടെയുള്ള തട്ടിപ്പുകളാണ് ഇവർ നടത്തുന്നത്. ഇവർ ഓൺലൈനിൽ വ്യാജ 5 സ്റ്റാർ റേറ്റിംഗ് ലഭിക്കുന്നതിനും റീച്ച് ലഭിക്കുന്നതിനും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഏജന്റുമാരുടെ സഹായം തേടുന്നുണ്ടെന്നും ഗൂഗിൾ കണ്ടെത്തി. 2023-ൽ ഗൂഗിൾ തട്ടിപ്പ് സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. 1.2 കോടി വ്യാജ ബിസിനസ് പ്രൊഫൈലുകളാണ് ഗൂഗിൾ അന്ന് നീക്കം ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCയുടെ സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ AC ബസ്സുകളാക്കുന്നു. പദ്ധതി പ്രകാരമുള്ള ആദ്യ ബസ് ഉടൻ പുറത്തിറങ്ങും. ദീർഘദൂര യാത്രക്കാർക്ക് യാത്ര കൂടുതൽ സുഖകരവും സൗകര്യപ്രദവുമാക്കുന്നതിന്റെ ഭാഗമായാണ് KSRTCയുടെ നടപടി. ഇതുവഴി കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാനാകുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു. ചാലക്കുടിയിലെ സ്വകാര്യ സ്ഥാപനമാണ് ബസ്സിൽ AC ഘടിപ്പിക്കുന്നതെന്നാണ് സൂചന. എഞ്ചിനുമായി നേരിട്ട് ബന്ധിപ്പിക്കാതെ 4 ബാറ്ററിയും അതിനെ ചാർജ് ചെയ്യാനുള്ള ഓൾട്ടർനേറ്ററും ഉപയോഗിച്ചാണ് AC പ്രവർത്തിപ്പിക്കുന്നത്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റർ പ്രവർത്തിച്ച് ബാറ്ററി ചാർജ് ആകും. വാഹനം സ്റ്റാർട്ടിൽ അല്ലെങ്കിൽ AC പ്രവർത്തിപ്പിക്കാമെന്നതാണ് പ്രത്യേകത. എഞ്ചിനുമായി ബന്ധമില്ലാത്തതിനാൽ മൈലേജിലും കാര്യമായി കുറവുണ്ടാകില്ല. ഒരു ബസ്സിൽ AC പിടിപ്പിക്കാൻ 6 ലക്ഷം രൂപയോളമാണ് ചെലവാകുന്നത്. പദ്ധതി വിജയകരമായാൽ കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് KSRTC. നേരത്തെ ടാറ്റ മാർക്കോപോളോ സീരീസിൽ AC സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ നിരത്തിലിറക്കിയിരുന്നു. എന്നാൽ ഈ ബസ്സിലെ അസൗകര്യം പല യാത്രക്കാരും ചൂണ്ടിക്കാട്ടിയതോടെയാണ് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ AC ഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.